ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന അത് 4th മൊഡ്യൂൾ, നമുക്കിനി അതും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 116 പോവാം. എല്ലാവരും 116 എടുക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ഐ യൂസ് ലാംഗ്വേജ് എന്നുള്ള പാർട്ടിനകത്ത് വരുന്ന ആക്ടിവിറ്റി 1 നിങ്ങൾ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. അവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്യാരക്ടേഴ്സിനെ സ്റ്റോറി എന്നുള്ള ന്യൂസ് പേപ്പർ സ്റ്റോറി എന്നുള്ള സ്റ്റോറിക്കകത്ത് നിന്നുള്ള ചില ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് അവിടെ എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്യാൻ ഓരോ പ്രിപ്പോസിഷൻസ് എല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുക, പിക്ചേഴ്സ് നോക്കിയിട്ട് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ആക്ടിവിറ്റി 2 പോവാം. എന്താണ് ആക്ടിവിറ്റി 2? അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാവേ. അതായത് എല്ലാവരും കണ്ടിട്ട് ഫിലിമാന്ന് വിചാരിക്കുന്നു, ലൈഫ് ഓഫ് പൈ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരാൾ, ആലീസ് എന്നുള്ള ആൾ ഫിലിം കണ്ടിട്ട് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പോൾ ചില വേർഡ്സ്, ചില പ്രിപ്പോസിഷൻസ് അവിടെ മിസ്സിങ് ആണ്. അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്യണം. എന്താണ് ഈ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് പ്രീ പൊസിഷൻ, ഒരു പൊസിഷന് മുന്നേ വെക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ദ ക്യാറ്റ് ഈസ് ഇൻ ദ ബാസ്ക്കറ്റ്, ദ ക്യാറ്റ് ഈസ് ഇൻ ഉള്ളിൽ അല്ലേ, പൂച്ച ബാസ്ക്കറ്റിനകത്താണ്. അപ്പോൾ അവിടെ ഇന്ന് വന്നു, അല്ലെങ്കിൽ എന്താണ്, അപ്പോൾ അവിടെ ഒരു പൊസിഷനാണ് അല്ലെ, ഒരു സ്ഥാനമാണല്ലോ അകത്ത് എന്നുള്ളത്. ഓരോ സ്ഥാനങ്ങൾ, പുറത്ത്, അകത്ത്, മേലെ, താഴെ, ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ പ്രിപ്പോസിഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇന്നോ, ഓഫോ, ബൈയോ, എബവ്, ബിലോ ഈ വക വേർഡ്സുകളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ മേലെ നിന്നാണെങ്കിലോ മുകളിൽ നിന്നാണെങ്കിലോ, അതായത് ഇപ്പോൾ ദ റിമോട്ട് ഈസ് ഓൺ ദ ടി വി, റിമോട്ട് ഇരിക്കുന്നത് ടി വിയുടെ മുകളിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കങ്ങനെ യൂസ് ചെയ്യാം, ദ റിമോട്ട് ഈസ് ഓൺ എന്ന് യൂസ് ചെയ്യാം, ഓൺ ദ ടി വി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് നോക്കാം. ഐ വെൻറ്റ് ടു വാച്ച് ദ ഫിലിം ലൈഫ് ഓഫ് പൈ ഡാഷ് ദ സിൽവർ സൂക്ക്. എന്താ കൊടുക്കുക? അറ്റ് ദ സിൽവർ സൂക്ക് അല്ലേ, ഒരു തിയേറ്ററിൻ്റെ പേരാണ്. അപ്പോൾ അവിടെ കൊടുക്കുക അവിടെ, അറ്റ് ദ സിൽവർ സൂക്ക് എറണാകുളം. ഐ വാച്ച് ഇറ്റ് ലാസ്റ്റ് സൺഡേ വിത്ത് മൈ ഫ്രണ്ട്സ് സീമ ആൻഡ് സന്ധ്യ. ദ ഫിലിം പ്രൂവ് ടു ബി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ദ ഫിലിം റിവോൾവ്സ് ഡാഷ് ഓൺ ദ ലൈഫ് ഓഫ് എ ബോയ് കോൾഡ് പൈ ഹൂ ഗെറ്റ്സ് ഷിപ്പ്‌റെക്ക്ഡ് വൈൽ സെയിലിംഗ്. അപ്പോൾ അവിടെ എന്താണ് കൊടുക്കുക? ആ സിനിമ അതിനെ ചുറ്റി പറ്റിയുള്ളതാണ്, അതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണെന്നുള്ള മീനിങ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എറൗണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് എറൗണ്ട് ദ ലൈഫ് ഓഫ് എ ബോയ് കാൾഡ് പൈ ഹൂ ഗെറ്റ്സ് ഷിപ്പ്‌റെക്ക്ഡ് വൈൽ സെയിലിംഗ്. ഷിപ്പ്‌റെക്ക് എന്ന മീനിങ് എന്താ? കപ്പലപകടം അല്ലേ, അല്ലെങ്കിൽ കപ്പൽ തകരുക. വൈൽ സെയിലിംഗ് ഡാഷ് ദ പസഫിക് ഓഷ്യൻ അല്ലേ, പസഫിക് ഓഷ്യനിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കപ്പലപകടം സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? എക്രോസ് ദ പസഫിക് ഓഷ്യൻ അല്ലേ, കുറുകെ എന്നുള്ള വേണമെങ്കിൽ എന്താ, അതിലൂടെ, എക്രോസ് ദ പസഫിക് ഓഷ്യൻ. ഓക്കെ, ദെൻ പൈ സർവൈവ്സ് ഡാഷ് എ ലൈഫ് ബോട്ട് വിത്ത് എ സീബ്ര ആൻഡ് ഒറാങ്ടാൻ, എ ഹൈന ആൻഡ് എ ബംഗാളി ടൈഗർ നെയിം റിച്ചാർഡ് പാർക്ക്. അപ്പോൾ എന്താണ്, അവന് സർവൈവ് ചെയ്യുന്നത് അഥവാ അതിജീവിക്കുന്നത് ഒരു ലൈഫ് ബോട്ടിലാണ്, ഒരു സീബ്രയുടെ കൂടെയും കുറച്ച് അനിമൽസിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ എന്താ പറയുക? ഹി സർവൈവ്സ് ഇൻ എ ലൈഫ് ബോട്ട്, ഇന്ന് കൊടുക്കണ്ടേ, ഇൻ എ ലൈഫ് ബോട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ദ സൺ ഡാഷ് വാസ് ദെയർ ഓൺലി ഗൈഡ്. ദ സൺ എബവ് വാസ് ദെയർ ഓൺലി ഗൈഡ്. ഇൻ ദ സ്ട്രഗിൾ പൈ ആൻഡ് ദ ടൈഗർ ഫോർജ് എ connection which inspires him to live. Directed dash Ang Lee, the film is a visual treat. Directed by Ang Lee, the film is a visual treat. The character of Pai is played by Irfan Khan and Suraj Sharma. The versatile actress Tabu also features in the film അല്ല, ഫിലിമിനകത്ത്. അപ്പോൾ ഇതിന് ഇൻ ദ ഫിലിം ഓക്കെ, ഇറ്റ് ഈസ് എ മസ്റ്റ് വാച്ച് മൂവി ആൻഡ് ഐ ലവ് ദ എക്സ്പീരിയൻസ്.
അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് അല്ല, അതിനകത്താണെങ്കിൽ ഇന്ന്, മുകളിലാണെങ്കിൽ എബവ്. ഇപ്പോൾ ഒരു ബുക്ക് നമ്മളിപ്പോൾ പറയണത് ബുക്ക് എഴുതിയിട്ടുള്ളത് എന്താണ്, എം ടി വാസുദേവൻ നായർ എന്നങ്ങനെ പറയാം. ദ ബുക്ക് ഈസ് റിട്ടൺ ബൈ എം ടി വാസുദേവൻ നായർ. അല്ലെങ്കിൽ എന്താണ്, നമ്മളിപ്പോൾ അറ്റ് അല്ലേ, അറ്റ് നമുക്ക് ടൈമിൻ്റെ മുന്നൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അറ്റ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ മുന്നൊക്കെ അറ്റ് യൂസ് ചെയ്യുക. ദ മാരേജ് റിസപ്ഷൻ വിൽ ബി ഹെൽഡ് അറ്റ് സാരംഗ് ഓഡിറ്റോറിയം അല്ലേ. അങ്ങനെ നമ്മളൊരു അറ്റ്, ഒരു സ്ഥലം, ഒരു തിയേറ്ററിൻ്റെ പേരൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രിപ്പോഷൻസ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ആക്ടിവിറ്റി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ പ്രിപ്പോഷൻസ് ഉപയോഗിച്ചിട്ട് ആക്ടിവിറ്റി 3 നിങ്ങൾ എഴുതുക. ആക്ടിവിറ്റി 2 നിങ്ങൾ ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തുക. ആക്ടിവിറ്റി 3 നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ടിലോട്ട് എഴുതുക. ഓക്കെ, ആക്ടിവിറ്റി 3 നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഓണും ഇന്നും ത്രൂ ബൈ എബവ് ഈ ഇതെല്ലാം വക പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്ത് 3 കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് വേർഡ്സുകളുടെ മീനിങ് പഠിക്കാം. അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സുകൾ. ഫസ്റ്റ് വൺ എന്താ, ഫോണ്ട് ഓഫ്. ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഫോണ്ട് ഓഫ് മീൻസ് ഇഷ്ടം അല്ലേ. ഇഷ്ടമുള്ളത് നമ്മൾ പറയാം, ഐ ആം ഫോണ്ട് ഓഫ് ചോക്ലേറ്റ്സ്, അല്ലെങ്കിൽ ഐ ആം ഫോണ്ട് ഓഫ് ബിരിയാണി, ഐ ആം ഫോണ്ട് ഓഫ് പെറ്റ് അനിമൽസ്, ഐ ആം ഫോണ്ട് ഓഫ് ബുക്സ്. നമുക്ക് ഇഷ്ടമുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫോണ്ട് ഓഫ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഫോണ്ട് ഓഫ്. നെക്സ്റ്റ് വണ്ണ് ഹി പ്രിഫേഴ്സ് ടു കൂൾ ഡ്രിങ്ക്സ് ദാൻ കോഫി. പ്രിഫേഴ്സ് ടു എന്ന് പറഞ്ഞാലും അത് ഒന്നിൻ്റെ മേലെ വേറൊന്ന് തിരഞ്ഞെടുക്കുന്നു, അതിന് എന്താണ് ഏറെ അഭികാമ്യം കൊടുക്കുന്നു എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പ്രിഫേഴ്സ് ടു അല്ലേ. അവനെന്താണ്, അവന് കൂൾ ഡ്രിങ്ക്സാണ് ഇഷ്ടം ഏതിനേക്കാളേറെ, കോഫിയേക്കാളേറെ. അപ്പോൾ ഹീ പ്രിഫേഴ്സ് ടു കൂൾ ഡ്രിങ്ക്സ് ദാൻ കോഫി. ഓക്കെ, പിന്നെ ഒരാൾക്ക് എന്താണ്, ബിരിയാണിയാണ് ഇഷ്ടം ഏതിനേക്കാളേറെ, ഗീ റൈസിനേക്കാളേറെ, നെയ്ച്ചോറിനേക്കാളേറെ ഒരാൾക്ക് ബിരിയാണിയുടെ താല്പര്യം നമുക്ക് എങ്ങനെ പറയാം, ഹീ പ്രിഫേഴ്സ് ബിരിയാണി ദാൻ ഗീ റൈസ്. ദെൻ ഒരാൾക്ക് എന്താണ്, ആപ്പിൾ ഷേക്കാണ് ഇഷ്ടം ഏതിനേക്കാളേറെ, ബദാം ഷേക്കിനേക്കാളേറെ. അപ്പോൾ എങ്ങനെ പറയാം, ഹീ പ്രിഫേഴ്സ് ആപ്പിൾ ഷേക്ക് ദാൻ ബദാം ഷേക്ക്. ഓക്കെ, ദ നെക്സ്റ്റ് ഫേമസ് ഫോർ. ഫേമസ് ഫോർ എന്നാൽ പ്രശസ്തമായത് അല്ലേ, ഫേമസ് ഫോർ. അപ്പോൾ എങ്ങനെ പറയാം, കാലിക്കറ്റ് ഈസ് ഫേമസ് ഫോർ ബിരിയാണി. കാലിക്കറ്റ് എന്തിന് ഫേമസ് ആണ്, ബിരിയാണിക്ക് ഫേമസ് ആണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഡൽഹി ഈസ് ഫേമസ് ഫോർ സ്ട്രീറ്റ് ഫുഡ് അല്ലേ. ഡൽഹി എന്തിന് ഫേമസ് ആണ്, സ്ട്രീറ്റ് ഫുഡിന് ഫേമസ് ആണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, തമിഴ്നാട് ഈസ് ഫേമസ് ഫോർ ടെമ്പിൾസ്. തമിഴ്നാട് അമ്പലങ്ങൾക്ക് പേര് കേട്ട സ്ഥലമാണ്. പേര് കേട്ട എന്നൊക്കെയുള്ള മീനിങ് വരുന്നതാണ് ഫേമസ്. നെക്സ്റ്റ് കോൾഡ് ഓൺ. കോൾഡ് ഓൺ മീൻസ് വിസിറ്റ് ചെയ്യുക, വിസിറ്റ്. പൊളിറ്റീഷ്യൻസ് കോൾഡ് ഓൺ ദ പെസൻറ്റ് ലീഡർ അല്ലേ. പൊളിറ്റീഷ്യൻസ് എന്ത് ചെയ്തു, തൊഴിലാളി വർഗ നേതാവിനെ വിസിറ്റ് ചെയ്തു. കോൾഡ് ഓൺ, വിസിറ്റ് ചെയ്യുക. നെക്സ്റ്റ് അഗ്രി വിത്ത് അല്ലേ. അഗ്രി വിത്ത് പറഞ്ഞാൽ എന്താ, യോജിക്കുക. മിനിസ്റ്റേഴ്സ് അഗ്രീഡ് വിത്ത് ദ പ്രസിഡൻറ്റ്. എന്താണ്, മന്ത്രിമാർ പ്രസിഡൻറ്റിനോട് യോജിച്ചു, ഒരു കാര്യത്തിൽ നമ്മൾ യോജിക്കുക, അതാണ് അഗ്രീഡ് വിത്ത്. നെക്സ്റ്റ് അഫ്രേഡ് ഓഫ്. അഫ്രേഡ് ഓഫ് മീൻസ് പേടിക്കുക അല്ലേ. അഫ്രേഡ് എന്നാൽ പേടിക്കുക. എന്താണ്, റാറ്റ്സ് ആർ അഫ്രേഡ് ഓഫ് ക്യാറ്റ്സ്. എലികൾക്ക് പൂച്ചകളെ പേടിയാണ്. നെക്സ്റ്റ് അഷെയ്മഡ് ഓഫ്. അഷെയ്മഡ് ഓഫ് പറഞ്ഞാൽ എന്താണ്, ആകെ ലജ്ജിക്കുക, നാണം കെടുക എന്നാണ്. അഷെയിം, നാണം കെടുക അല്ലേ. സോന ഈസ് അഷെയിംഡ് ഓഫ് ഹെർ മാർക്സ്. മാർക്ക് കുറവായത് കാരണം എന്ത് ചെയ്തു, സോന അവളുടെ മാർക്കുകളെക്കുറിച്ച് ആകെ നാണം കെട്ടു. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള വേർഡ്സുകൾ. എന്തൊക്കെയാണ്, ഫോണ്ട് ഓഫ്, പ്രിഫേഴ്സ് ടു, ഫേമസ് ഫോർ, കോൾഡ് ഓൺ, അഗ്രി വിത്ത്, അഫ്രേഡ് ഓഫ്, അഷെയിംഡ് ഓഫ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, പേജ് നമ്പർ 117 ആക്ടിവിറ്റി 5 നമുക്ക് ചെയ്ത് നോക്കാം. ഈ വേർഡ്സാണ്. അവിടെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ സെൻറ്റൻസ് ഈ കൊടുത്തിട്ടുള്ള എന്താണ് ഈ വേർഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയാൽ, ഫസ്റ്റ് വൺ എന്താ,
ലൂസി ഈസ് ഡാഷ് ഓഫ് സ്നേക്സ്. ലൂസിക്ക് എന്തിനെ പേടിയാണ്? പാമ്പുകളെ പേടിയാണ്. അപ്പം എങ്ങനെ പറയാം? ലൂസി ഈസ് അഫ്രേഡ് ഓഫ് സ്നേക്ക്. അല്ലെ, ഒരാൾക്കൊരാളിൽ നിന്ന് പേടിയുണ്ടെങ്കിൽ ലൂസി ഈസ് അഫ്രേഡ് ഓഫ് സ്നേക്സ്. ദെൻ രാജൻ ഈസ് അഫ്രേഡ് ഓഫ് എക്സാം. അല്ലെങ്കിൽ എന്താ, ഷിന ഈസ് അഫ്രേഡ് ഓഫ് സ്പൈഡർ. ഷിനക്ക് എന്താണ്? എട്ടുകാലിയെ പേടിയാണ് അല്ലേ, അഫ്രേഡ് ഓഫ് പറയാം. ദെൻ നെക്സ്റ്റ്, മുംബൈ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ടെക്സ്റ്റൈൽസ് മില്ല്. ഫേമസ് ഫോർ മീൻസ് പ്രശസ്തമാണ്. മുംബൈയിൽ എന്തുണ്ട്? നിരവധി ടെക്സ്റ്റൈൽ മില്ലുകളുണ്ട്. അപ്പോൾ എന്താ പറയുക? മുംബൈ ഈസ് ഫേമസ് ഫോർ ടെക്സ്റ്റൈൽ മിൽസ്. ദെൻ ഡൽഹി ഈസ് ഫേമസ് ഫോർ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്. ദെൻ ആഗ്ര ഈസ് ഫേമസ് ഫോർ താജ്മഹൽ. ദെൻ വയനാട് ഈസ് ഫേമസ് ഫോർ റിസോർട്ട്. ഇങ്ങനെ നമുക്ക് എന്താ ചെയ്യുക പറയാം, ഫേമസ് ഫോർ അല്ലേ, പ്രശസ്തമാണ്. ദെൻ ദ ലാബറർ റീഡർ ഡാഷ് ദ ന്യൂസ് പേപ്പർ എഡിറ്റർ. അവിടെ ഇതേണ്ടത്, അവിടെ മിസ്സിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. അവിടെ ഇതേണ്ടത് കോൾഡ് ഓൺ. കോൾഡ് പറഞ്ഞാൽ കോൾഡ് ഓൺ മീൻസ് വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു. ലേബർ റീഡർ കോൾഡ് ഓൺ ദ ന്യൂസ് പേപ്പർ എഡിറ്റർ. നെക്സ്റ്റ്, സുനിൽ പ്രിഫേഴ്സ് ടു വാക്ക് സ്കൂൾ വെറാസ് ഹിസ് ബ്രദർ ഗോസ് ബൈ ബസ്. അല്ലേ, സുനിൽ എന്ത് ചെയ്യുന്നു? അവന് ഏറ്റവും ഇഷ്ടം, അവൻ എന്ത് തിരഞ്ഞെടുക്കുന്നു? സ്കൂളിലോട്ട് നടന്ന് പോകാനാണ് ഇഷ്ടം. അതേസമയം അവൻ്റെ ബ്രദർ എന്ത് ചെയ്യുന്നു? സ്കൂളിലോട്ട് ബസ്സിൽ പോകുന്നു. നെക്സ്റ്റ്, ബോബി അഗ്രീഡ് വിത്ത് എവറിത്തിങ് ഹിസ് ഗേൾ ഫ്രണ്ട് സെഡ്. അഗ്രീഡ് വിത്ത് പറഞ്ഞാൽ യോജിക്കുക. ബോബി ചെയ്യുന്നത് അവൻ്റെ ലവർ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് പറയുന്ന കാര്യത്തിനോടെല്ലാം യോജിക്കുന്നു. ദെൻ വിമൻ ആർ ഫോണ്ട് ഓഫ് മേക്കപ്പ്. പെണ്ണുങ്ങൾക്ക് എന്ത് ഇഷ്ടമാണ്? മേക്കപ്പ് ഇഷ്ടമാണ്. ഫോണ്ട് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. കിഡ്സ് ആർ ഫോണ്ട് ഓഫ് ചോക്ലേറ്റ്സ്. പിന്നെ ബോയ്സ് ആർ ഫോണ്ട് ഓഫ് ബൈക്ക് റേസിംഗ്. ബോയ്സ് ആർ ഫോണ്ട് ഓഫ് ഡ്രൈവിംഗ്. ഗേൾസ് ആർ ഫോണ്ട് ഓഫ് ഡാൻസിങ്. അല്ല, എന്തെങ്കിലും ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഓക്കെ. ദെൻ ഗ്ലാഡീസ് വാസ് ഡാഷ് ഓഫ് ഹർ പ്ലെയിൻ ലുക്ക്. അല്ലേ, പ്ലെയിൻ ലുക്ക് പറഞ്ഞാൽ കുറച്ച് ഭംഗിക്കുറവ്. അപ്പോൾ എന്താണ്? അവൾ അഷെയിംഡ് ആണ്, അവൾക്ക് ചെറിയൊരു നാണക്കേടുണ്ട്. അപ്പോൾ ഗ്ലാഡീസ് ആർ അഷെയിംഡ് ഓഫ് ഹർ പ്ലെയിൻ ലുക്സ്. നെക്സ്റ്റ്, ഗാന്ധിജി വാസ് ഫേമസ് ഫോർ ഹിസ് ഹോണസ്റ്റി. അല്ലേ, ഗാന്ധിജി ആളുടെ സത്യസന്ധതയ്ക്ക്, ഹോണസ്റ്റിക്ക് എന്താണ്? ഫേമസ് ആണ്. ഫേമസ് ഫോർ. ദെൻ ചിൽഡ്രൻ ആർ യൂഷ്വലി ഫോണ്ട് ഓഫ് സ്വീറ്റ്സ്. കുട്ടികൾക്ക് ഇഷ്ടമാണ് മിഠായികൾ. മൈ ഫ്രണ്ട് ഗ്ലാഡ്ലി അഗ്രീസ് വിത്ത് മീ ഇൻ എവറിത്തിങ്. ഗ്ലാഡ്ലി മീൻസ് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലാഡ്ലി മീൻസ് ഗ്ലാഡ്, ഹാപ്പി എന്നുള്ള വേർഡിൻ്റെ സിനോണിയമാണ്, പര്യായമാണ്. ഗ്ലാഡ് മീൻസ് ഹാപ്പി. മൈ ഫ്രണ്ട് ഗ്ലാഡ്ലി അഗ്രീസ് വിത്ത് മീ ഇൻ എവറിത്തിങ്. എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നു എല്ലാ കാര്യത്തിലും എന്നോട് യോജിക്കുന്നു. ദ മിനിസ്റ്റർ കോൾഡ് ഓൺ വെറ്ററൻ ഫ്രീഡം ഫൈറ്റർ. അല്ലേ, മിനിസ്റ്റർ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ സമര സേനാനിയെ പോയി സന്ദർശിച്ചു. അല്ലേ. ഫിലിപ്പ് വാസ് അഷെയിംഡ് ഓഫ് ഹിസ് പുവർ മാർക്സ്. ഫിലിപ്പ് എന്താണ്? അവൻ്റെ ചെറിയ മാർക്കിൽ അവന് മാർക്ക് കുറഞ്ഞതിൽ അവന് നന്നായിട്ട് മാനം കെടുന്നു, അല്ലെങ്കിൽ അവൻ നാണിക്കുന്നു. അഷെയിംഡ് ഓഫ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് എന്ത്, നിങ്ങൾ ഈ വേർഡ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലോട്ട് എഴുതുക. 12 വേർഡ്സും പിന്നെ ഓരോന്ന് എന്താ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഫോണ്ട് ഓഫ് എന്താണ്? പ്രിഫേഴ്സ് ടു, ഫേമസ് ഫോർ, കോൾഡ് ഓൺ. കോൾഡ് ഓൺ എന്താണ്? വിസിറ്റ്. അത് മാത്രമേ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ. അഗ്രി വിത്ത്, യോജിക്കുക. അഫ്രേഡ് ഓഫ്, പേടിക്കുക. അഷെയിംഡ് ഓഫ്, നാണം കെടുക. ഓക്കെ. ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാൽ ആക്ടിവിറ്റി 8. ഇവിടെ കുറച്ചധികം പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? മേക്ക് ആസ് മെനി മീനിങ്ഫുൾ സെൻറ്റൻസ് ആസ് പോസിബിൾ യൂസിങ് പിക്ചേഴ്സ് ആൻഡ് വേർഡ്സ് ഫ്രം ദ ബോക്സസ് ബിലോ. താഴെ കൊടുത്തിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. എന്താണ്? ഓർ മീൻസ് എന്താ? അല്ലെങ്കിൽ. ബിക്കോസ്, അത് കാരണം. ആസ്, ആയതുകൊണ്ട്. ബോത്ത് മീൻസ് രണ്ടും. അല്ലേ. ആൻഡ് മീൻസ് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സാണ് ആൻഡ്. അല്ലേ. ഇപ്പോൾ സീമ ആൻഡ് റീമ ആർ ഫ്രണ്ട്സ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എ വെരി ബെസ്റ്റ് കോമ്പിനേഷൻ. ദെൻ കേരള ആൻഡ് തമിഴ്നാടു ആർ നൈബറിങ് കൺട്രീസ്. അങ്ങനെ നമുക്ക് പറയാം.
എങ്കിലും. സോ ആയത് കാരണം. നീതർ നോർ. നീതർ നോർ മീൻസ് അതുമില്ല ഇതുമില്ല അല്ലേ. നീതർ റിസ്വാൻ നോർ അക്ഷയ് അറ്റൻഡഡ് ദ ക്ലാസ് അല്ലേ. അക്ഷയും റിസ്വാനും എന്ത് ചെയ്തില്ല, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തില്ല. നീതർ നോർ. പിന്നെ നീതർ ദ ബോയ്സ് നോർ ദ ഗേൾസ് സബ്മിറ്റഡ് ദ അസൈൻമെൻറ്റ്. ഗേൾസും ബോയ്സും എന്ത് ചെയ്തില്ല, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തില്ല. നീതർ നോർ. നമ്മൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നീതർ നോർ, അതുമില്ല ഇതുമില്ല പറയില്ലേ, ആ യൂസേജാണ് നീതർ നോർ. പിന്നെന്താ, നീതർ ഫാദർ നോർ ദ മദർ അറ്റൻഡഡ് ദ പാരൻസ് മീറ്റിംഗ്. അച്ഛനും എന്ത് ചെയ്തില്ല, പാരൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല. അമ്മയും പാരൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല. നീതർ ദ മദർ നോർ. നീതർ ഉപയോഗിച്ചിട്ട് നമ്മൾ പിന്നെ ആ പേര് ആരാണോ ആ സാധനം വെച്ചിട്ട് പിന്നെ നോർ എന്ന് ഉപയോഗിക്കണം. നീതർ ദ മദർ നോർ ദ ഫാദർ അറ്റൻഡഡ് ദ മീറ്റിംഗ്. പിന്നെ അവിടെ നോട്ട് ആവശ്യമില്ല, കാരണം നീതർ ഓൾറെഡി എന്താണ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു വേർഡാണ്. അപ്പോൾ പിന്നെ നോട്ട് പിന്നെയും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡ്യൂ ടു മീൻസ് അത് കാരണം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ കുറേ പിക്ചേഴ്സിന്. ഇപ്പോൾ ലാസ്റ്റ് പിക്ചർ എന്താ, അവിടെ ഒരാൾ പനിയായിട്ട് കിടക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, രാജു ഈസ് ലൈങ് ബിക്കോസ് ഹീസ് ഇൽ അല്ലേ. അവനെന്താണ്, പനിയായതുകൊണ്ട് അവൻ കരയുന്നു. പിന്നെന്താ, ആസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താം, ആസ് അല്ലേ. ആസ് വെച്ചിട്ട് ആയത് കാരണം. ആസ് എ കമ്പ്യൂട്ടർ ഈസ് വെരി ഇൻഫോർമേറ്റീവ് വി യൂസ് ഇൻ ദ സ്കൂൾസ് ആൻഡ് ഹോംസ്. പിന്നെന്താ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വേർഡ്സ് വെച്ചിട്ട് ഈ പിക്ചേഴ്സ് അല്ലേ, നിങ്ങൾക്ക് നിരവധി നമുക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് വേർഡ് ഉപയോഗിക്കാം കേട്ടോ. ഈ വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സെൻറ്റൻസും എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലോട്ട് കോപ്പി ചെയ്യുക. നോട്ട്ബുക്കിൽ എഴുതണേ. നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്നത്, നമ്മളിപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ആശംസ അറിയിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ എങ്ങനെയാണ് നമ്മൾ വഴി ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിന് പലതരം എക്സ്പ്രഷൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരാൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരാളിപ്പോൾ നമ്മൾ ഒരാളെ ആശംസിക്കണം അല്ലേ. ആൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടി, അല്ലെങ്കിൽ ഒരാളുടെ ബർത്ത്ഡേയിൽ, അല്ലെങ്കിൽ ആളുടെ വെഡ്ഡിങ് ഡേ, അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി, അല്ലെങ്കിൽ ആൾ എന്തെങ്കിലും റാങ്ക് കരസ്ഥമാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈ പൊസിഷൻ കരസ്ഥമാക്കി, പ്രമോഷൻ കിട്ടി, ജോലി കിട്ടി, ഈ അവസരങ്ങളിലൊക്കെ ഒരാളെ നമുക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. നമുക്ക് ഇങ്ങനെ ഒരാളെ കൺഗ്രാജുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എങ്ങനെ പറയാം, അപ്പോൾ നിങ്ങൾക്ക് പേജ് നമ്പർ 122 കോളം ഉണ്ട്. ഈ കോളം നിങ്ങൾ നന്നായിട്ട് വായിക്കണേ. ഇതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ദിശ ഒരാളുടെ വഴി ചോദിക്കേണ്ടത്, നമ്മളെ അഭിപ്രായങ്ങൾ എങ്ങനെ രേഖപ്പെടുത്തേണ്ടത്, പിന്നെ എന്താണ് ഒരാൾ എങ്ങനെ നമ്മുടെ ആശംസ അറിയിക്കേണ്ട രീതികളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആശംസ അറിയിക്കാം. നമുക്ക് എന്തൊക്കെ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെയാണ് ചോദിക്കുക, നമ്മൾ എന്ത് എക്സ്പ്രഷനാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ ഒരാൾ ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അപ്പോൾ ഒരാൾ നമ്മൾ കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം. ഐ വുഡ് ലൈക്ക് ടു ഓഫർ മൈ കൺഗ്രാജുലേഷൻസ്, അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻസ് മൈ ഡിയർ ഫ്രണ്ട്, അങ്ങനെ പറയാം. വെൽ ഡൺ അല്ലേ, നല്ലതായിട്ട് ചെയ്തു, കൺഗ്രാജുലേഷൻസ് ആൻഡ് ബെസ്റ്റ് വിഷസ് ഓൺ യുവർ മാരേജ് ഡേ, അങ്ങനെയൊക്കെ പറയാം. പിന്നെ നമ്മളെങ്ങനെ ഒരാളുടെ വഴി ചോദിക്കുക, നമുക്കൊരാളോട് എങ്ങനെ വഴി ചോദിക്കുക, ഹൗ ഡു ഐ ഗെറ്റ് ടു ദ പോളിടെക്നിക് കോളേജ്, എങ്ങനെ എനിക്ക് പോളിടെക്നിക് കോളേജിലോട്ട് എത്താം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു റീച്ച് മാദിൻ പോളിടെക്നിക് കോളേജ് അല്ലേ, മാദിൻ പോളിടെക്നിക് കോളേജിലോട്ട് എത്തേണ്ടുള്ള ബെസ്റ്റ് വഴി ഏതാണ്. പിന്നെയോ വേർ ഈസ് എ മാദിൻ പോളിടെക്നിക് കോളേജ് സിറ്റുവേറ്റഡ്, എവിടെയാണ് മാദിൻ പോളിടെക്നിക് കോളേജ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാൻ യു ഡയറക്റ്റ് മീ ടു മാദിൻ പോളിടെക്നിക് കോളേജ്. ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്തെത്തിയിട്ട് നമുക്ക് വഴി അറിയില്ല, അപ്പോൾ നമ്മൾ വേറെ കേരളത്തിന് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള വേർഡ്സ് ചോദിക്കില്ലേ, ഹൗ ഡു ഐ ഗെറ്റ് ടു, എനിക്ക് അങ്ങനെ അവിടെ എത്താം, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും നല്ല വഴി, വേർ ഈസ് അതെവിടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ എക്സ്പ്രഷൻസ് എല്ലാം മാറി മാറി ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിറക്ഷൻസ് ചോദിച്ചിട്ട് പോകാനാവുന്നതേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്താ, സ്റ്റേറ്റിംഗ് ഒപ്പീനിയൻസ്, നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അല്ലേ. ഈ ഒരു കേസ് നമ്മളെ ലൈഫിൽ പല സിറ്റുവേഷൻസിലായിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ചില ആളുകൾ നമ്മളോട് ചോദിക്കും,
ചില കാര്യത്തെക്കുറിച്ച് അഭിപ്രായം. അവരെന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, വീട് വയ്ക്കാൻ പോകുന്നുണ്ടെങ്കിൽ, കാർ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ഒരാളെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു ജോലിയിൽ കയറുന്ന സമയത്ത്, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത്, ഇങ്ങനെ പല സിറ്റുവേഷൻസ് നമുക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടിയിട്ട് വരും. ചില സമയത്ത് നമ്മൾ കയറിയിട്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ അഭിപ്രായങ്ങൾ എപ്പോൾ എന്തായിരിക്കണം, ഭയങ്കര ഹമ്പിളായിരിക്കണം. നമ്മൾ ലെജിബിളായിട്ടില്ല എന്തെങ്കിലും എന്താണ് നമ്മൾ ആളാവാൻ വേണ്ടിയിട്ട് എന്ത് അഭിപ്രായങ്ങൾ കയറി പറയരുത് അല്ലേ. ലെജിബിളായിട്ടുള്ള സമയത്ത് സെൻസിബിളായിട്ടുള്ള കമൻസ് മാത്രമേ എന്തായുള്ളൂ അഭിപ്രായമായിട്ട് അഥവാ ഒപ്പീനിയനായിട്ട് പറയാവൂ, ഒപ്പീനിയൻസായിട്ട് പറയാവൂ. അപ്പോൾ നമുക്ക് പറയാം ഇങ്ങനെ ഇൻ മൈ എക്സ്പീരിയൻസ്, നമ്മളിങ്ങനെയൊക്കെ പറയാം എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ, ഇൻ മൈ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നി. ഇൻ മൈ എക്സ്പീരിയൻസ് ഐ ഫീൽ ദാറ്റ് ദിസ് വുഡ് ബി എ ബെറ്റർ ഓപ്ഷൻ അങ്ങനെയൊക്കെ പറയാം. പിന്നെ സ്പീക്കിംഗ് ഫോർ മൈസെൽഫ് അല്ലേ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് സ്പീക്കിംഗ് ഫോർ മൈസെൽഫ് എന്ന് പറയാം. ദെൻ ഇൻ മൈ ഒപ്പീനിയൻ, പ്ലെയിനായിട്ട് എന്ന് പറയാം എൻ്റെ അഭിപ്രായത്തിൽ, ഇൻ മൈ ഒപ്പീനിയൻ. ദെൻ പേഴ്സണലി ഐ തിങ്ക് അല്ലേ, എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ദെൻ ഐ ഡിഡ് സേ ദാറ്റ് അല്ലേ, ഞാൻ ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ദെൻ ഐ ഡിഡ് ലൈക്ക് ടു പോയിൻ്റ് ഔട്ട് ദാറ്റ്, ഞാൻ ഇന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഐ ബിലീവ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇത് വിശ്വസിക്കുന്നു. വാട്ട് ഐ മീൻ, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള എക്സ്പ്രഷൻസ് എന്ത് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മളോട് ഇപ്പോൾ ഒരാൾ വഴി ചോദിച്ചു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. ഗോ സ്ട്രൈറ്റ് ഓൺ അല്ലേ, നിങ്ങൾ നേരെ പോകൂ. ടേൺ ബാക്ക്, എന്ത് ചെയ്യൂ, ബാക്കിലോട്ട് തിരിയൂ. ഗോ ബാക്ക്. ടേൺ ലെഫ്റ്റ്, ടേൺ റൈറ്റ്, വലത്തോട്ട് തിരിയൂ, ഇടത്തോട്ട് തിരിയൂ. ഗോ അലോങ്, അതുവഴി പോവൂ. ക്രോസ് ചെയ്യൂ. ടേക്ക് ദ ഫസ്റ്റ് ലെഫ്റ്റ്, ടേക്ക് ദ സെക്കൻഡ് റോഡ്. നമുക്ക് ഇങ്ങനെയൊക്കെ ചില വഴി പറഞ്ഞു തരാറില്ലേ അല്ലേ. ടേക്ക് ദ സെക്കൻഡ് ലെഫ്റ്റ് എടുക്കുക, യു ടേൺ എടുക്കുക, റൗണ്ട് അബൌട്ട് കഴിഞ്ഞ് പോവുക. ടേക്ക് ദ നെക്സ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് റോഡ്, ഇങ്ങനെയൊക്കെ പറയാം. പിന്നെ എഗ്രീയിങ് അല്ലേ, ഒരാളോട് നമ്മൾ എഗ്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമ്മളൊരാളുടെ യോജിച്ചിട്ടുള്ളൊരു ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ്, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്, യെസ് ഐ അഗ്രി, ഐ തിങ്ക് സോ, ദാറ്റ്സ് എ ഗുഡ് പോയിൻറ്റ്, എക്സാക്ട്ലി, ഐ ഡോണ്ട് തിങ്ക് സോ ഈദർ, ദാറ്റ്സ് ട്രൂ. നമുക്ക് ഇത്രയും എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ താഴെ നോക്കിയാൽ ഡിസഗ്രി ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഒരാളുടെ ഒരു കാര്യം ഡിസഗ്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഐ ഡോണ്ട് അഗ്രി വിത്ത് യു അല്ലേ, ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിന്നോട് യോജിക്കുന്നില്ല. ഹവർ, എങ്കിലും. ഐ ആം സോറി ടു ഡിസഗ്രി, ഞാൻ നിന്നോട് യോജിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദാറ്റ്സ് നോട്ട് എൻറ്റയർലി ട്രൂ, അതെന്തല്ല കംപ്ലീറ്റ് ആയിട്ട് ശരിയല്ല. ഈ ടേംസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കൺഗ്രാജുലേറ്ററി എക്സ്പ്രഷൻസ് ആയിട്ടോ, അത് നമുക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക അല്ലേ. നമ്മളോടിപ്പോൾ ഒരാൾ ആശംസ അറിയിച്ചാൽ നമ്മളെങ്ങനെ ആൾക്ക് മറുപടി കൊടുക്കാം, താങ്ക് യു, ഓക്കെ, ഇറ്റ്സ് നത്തിങ് സ്പെഷ്യൽ. പിന്നെയോ ഇറ്റ്സ് നൈസ് ഓഫ് യു ടു സേ, ഐ എം ഗ്ലാഡ് യു തിങ്ക്, അങ്ങനെയൊക്കെ പറയാം ഫോർമലായിട്ടോ. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് നമ്മളെ കൺഗ്രാജുലേഷൻ നമുക്ക് എന്ത് പറയാം, നമ്മൾ ഫോർമലായിട്ട് പറയാം. അപ്പം ഇങ്ങനെ പറയാം, താങ്ക് യു വെരി മച്ച് ഫോർ സേയിങ് സോ, ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു ടു സേ സോ. ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്ലൈ ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മൾ പല സമയത്ത് ഉപയോഗിക്കേണ്ട എക്സ്പ്രഷൻസ്. അപ്പോൾ ഈ ടേബിൾസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാതും കൂടെ പഠിക്കേണ്ടത് ഓരോന്നിനും ഒരു 2 വീതം പഠിച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് എക്സാമിനൊക്കെ യൂസ് ചെയ്യുക. എല്ലാം കൂടെ പഠിച്ചു വെച്ച് ഭ്രാന്താക്കേണ്ട, എന്ത് ചെയ്യുക, ഓരോ ടേബിളിൽ നിന്ന് 2 എങ്ങനെ എഗ്രി ചെയ്യുക, എങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്യാം, എങ്ങനെ വഴി ചോദിക്കുക, എങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുക, ഈ വക കാര്യങ്ങൾ ഒരു 2 പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ നോക്കി ഒരാളുടെ നിങ്ങൾ എന്ത് ചെയ്യുക, പേജ് നമ്പർ 121 ആ ടേബിൾസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കുറച്ച് ഞാൻ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരാളെങ്ങനെ നമ്മൾ കല്യാണത്തിന് വിഷ് ചെയ്യാം, കൺഗ്രാജുലേഷൻസ്, വിഷിങ് യു ടു എ വെരി ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് മാരീഡ് ലൈഫ് എന്ന് പറയാറില്ല, എന്താണ് ഹാപ്പി, വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. നമ്മളൊരാളുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനെല്ലാം പോയിട്ട് ആളെ നമ്മളിങ്ങനെ വിഷ് ചെയ്യാം, വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ, പിന്നെ വേറെ മെത്തേഡാണെന്ത്, കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ സ്പെഷ്യൽ ഡേ, മേ യു ഓൾവേസ് സ്റ്റേ ഹാപ്പി ടുഗെദർ അല്ലേ. നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങളെന്നും ഇങ്ങനെ ഒരുമിച്ചിരിക്കട്ടെ. കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ സ്പെഷ്യൽ ഡേ, മേ യു ഓൾവേസ് സ്റ്റേ ടുഗെദർ. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, പല എക്സ്പ്രഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പം നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും എന്താണ് എന്തെങ്കിലും ഒരു കാര്യം അവർ
സക്സസ് ആയിട്ട് ചെയ്തു അല്ലെങ്കിൽ വിജയിച്ചു, അവർക്ക് റാങ്ക് ഹോൾഡ് ചെയ്തു, റാങ്ക് ഹോൾഡറായി, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വിഷ് ചെയ്യാം? കൺഗ്രാജുലേഷൻസ് യു വോൺ, കൺഗ്രാജുലേഷൻ മെസ്സേജ് ഫോർ വിന്നിങ്. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ആളെ വിഷ് ചെയ്യാം, കൺഗ്രാജുലേഷൻസ് യു വോൺ, ദെൻ ഐ എം പ്രൗഡ് ഓൺ യുവർ സക്സസ്, അല്ലേ, നിൻ്റെ വിജയത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. ഈ വക എന്ത് ചെയ്യാം, നമുക്ക് ഒരാളെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കൺഗ്രാജുലേഷൻസ് യു വോൺ, എന്താണ്, അഭിനന്ദനങ്ങൾ, നീ വിജയിച്ചിരിക്കുന്നു, അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്തിയിട്ട് നമുക്ക് ഒരാളെ അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കാവുന്നതല്ലോ. അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ 121 ആക്ടിവിറ്റി 2 കണ്ടില്ലേ? അതായത് സണ്ണിക്ക് എന്ത് ചെയ്യണം, റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞ അവൻ്റെ കസിന് അവന് വിഷ് ചെയ്യണം. അപ്പോൾ എന്താണ് അവൻ അങ്ങോട്ടേക്ക് വിഷ് ചെയ്യുന്ന എക്സ്പ്രഷൻ, പിന്നെ അവരുടെ റിപ്ലൈ അതും കൂടെ എഴുതണേ. പിന്നെ ജോണിയുടെ ഫ്രണ്ട് എന്ത് ചെയ്തു, ഒരു ബോട്ട് റേസിൽ വിജയിച്ചു. അപ്പോൾ ആളെ അവനെ എങ്ങനെയാണ് വിഷ് ചെയ്യുക, ആളെങ്ങനെയാണ് റിപ്ലൈ ചെയ്യുക. പിന്നെന്താണ്, നിങ്ങൾ ഒരാളുടെ അടുത്ത് എന്ത് ചോദിക്കുകയാണ്, ന്യൂസ് പേപ്പർ ബോയുടെ അടുത്തുള്ള തിയേറ്ററിലോട്ടുള്ള വഴി ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾ വഴി ചോദിക്കും, എങ്ങനെ അവന് നിങ്ങൾക്ക് റിപ്ലൈ, അവർ 2 റിപ്ലൈ തരുന്നുണ്ട്. ന്യൂസ് പേപ്പർ ബോയ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തിയേറ്ററിലോട്ടുള്ള വഴി 2 വഴി പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ 2 വഴിയിലൂടെ എങ്ങനെയാണ് അവന് റിപ്ലൈ തരിക. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ എഴുതുക കേട്ടോ. ഇത് നിങ്ങൾ എഴുതിയിട്ട് പിക്ചേഴ്സ് വേണ്ട, നിങ്ങൾ നോട്ട്ബുക്കിൽ ഇങ്ങനെ ഫസ്റ്റ് സണ്ണി വാണ്ട്സ് ടു കൺഗ്രാജുലേറ്റ് ഹിസ് കസിൻ ഹു ഗോട്ട് മാരിഡ് റീസെൻ്റ്ലി എന്ന് പറഞ്ഞിട്ട് അത് എഴുതുക, റിപ്ലൈ. എന്നിട്ട് ഇതും നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട്ബുക്കിലോട്ട് എഴുതണം. ഓക്കെ. അപ്പോൾ അതായത് നമുക്കിങ്ങനെ ഡിറക്ഷൻ, അല്ലേ, നമ്മൾ ഒരാളോട് എന്ത് ചെയ്യാം, ഡിറക്ഷൻ ചോദിക്കുമ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻസ് എല്ലാം യൂസ് ചെയ്യുക. എന്താണ്, കുഡ് യു ടെൽ മീ ഹൗ ടു ഗെറ്റ്, ഹൗ ഡു ഐ ഫൈൻഡ്, പാർഡൺ മീ, ഐ ആം ലോസ്റ്റ്, ഹൗ ഡു ഐ ഗെറ്റ് ടു, അല്ലേ. ഐ ആം ലോസ്റ്റ് എന്നെന്താ, എനിക്ക് വഴി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലേ, എന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നല്ല, ഐ ആം ലോസ്റ്റ് മീൻസ് എനിക്ക് വഴി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹൗ ഡു ഐ ഗെറ്റ് ടു, വിച്ച് ഈസ് ദ ബെസ്റ്റ് വേ ടു, കുഡ് യു ഡയറക്റ്റ് മീ ടു, ഹൗ ഡു ഐ ഗെറ്റ് ടു, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ, വേർ ഈസ്, എക്സ്ക്യൂസ് മീ, ഹൗ ക്യാൻ ഐ ഗോ ടു, ക്യാൻ യു ടെൽ മീ ദ വേ ടു, അല്ലേ. ഈ വക എക്സ്പ്രഷൻസൊക്കെ നമുക്ക് എവിടെ യൂസ് ചെയ്യാം, നമുക്ക് ഒരാളുടെ വഴി ചോദിക്കണമെങ്കിൽ, അഥവാ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ വരും, ഡിറക്ഷൻ ചോദിക്കാൻ തരാം, ഹൗ ടു ആസ്ക് ഫോർ ഡിറക്ഷൻ. ഇവിടെ കണ്ടില്ല, ആസ്കിങ് ഫോർ ഡിറക്ഷൻ പറഞ്ഞാൽ എന്താ, വഴി, അല്ലേ. അപ്പോൾ എന്താണ്, വേ എന്നാവില്ല വരിക. അപ്പോൾ ഡിറക്ഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാന്ന് മനസ്സിലാക്കുക, വഴി ചോദിച്ചതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് മെമ്മോ അല്ലെങ്കിൽ മെമ്മോറണ്ടം എന്നൊക്കെ കേട്ടിട്ടില്ല. എന്താണ്, വാട്ട് ഈസ് എ മെമ്മോറണ്ടം? മെമ്മോറണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മെമ്മോ എഴുതൊക്കെ പറയില്ലേ, നമ്മുടെ ഫോണിനകത്തൊക്കെ ചില ആപ്പുണ്ട്. മെമ്മോ മീൻസ് എന്താണ്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നത്. യൂഷ്വലി മെമ്മോറണ്ടം ബിസിനസ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അഥവാ എന്താണ്, ബിസിനസ് പരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ്, ഓഫീസേഴ്സ് എന്ത് ചെയ്യുക, ഡെപ്യൂട്ടീസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്സ് കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്തുണ്ടായിരിക്കും, ഡേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ അതെവിടെ, എന്താണ്, എവിടെ വെച്ചാണ് പ്ലേസ്, ആ സ്ഥലം ഉണ്ടായിരിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്, പിന്നെ അതിനകത്ത് മീറ്റിംഗ് ആരാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, പിന്നെ മീറ്റിങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ മീറ്റിംഗ് വെച്ചിട്ടുള്ളത്, അതിൻ്റെ റീസൺ എന്താണ്, പിന്നെ മെയിൻ സബ്ജക്റ്റ്, അല്ലേ, മീറ്റിങ്ങിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം എന്താണെന്നൊക്കെ അറിയിക്കുന്നതാണ് മെമ്മോ. അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ 128 എടുക്കൂ, പേജ് നമ്പർ 128 എടുക്കും. പിന്നെ നിങ്ങൾ പേജ് നമ്പർ 127 വായിച്ച് നോക്കുക കേട്ടോ. കുറച്ച് ഇൻ ബിറ്റ്വീൻ വരുന്ന ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആക്ടിവിറ്റി 127 ആക്ടിവിറ്റി 3 ഒക്കെ വായിച്ച് നോക്കുക. നമ്മളൊരാളുടെ എങ്ങനെയാണ് എഗ്രി ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കുറച്ച് ഫ്രേസസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കൂ. അപ്പോൾ 128 വരും നിങ്ങൾ, പേജ് നമ്പർ 128. അപ്പോൾ ഒരു മെമ്മോ എങ്ങനെ ആയിരിക്കണമെന്നാണ് എന്ത് കാണിക്കുന്നത്, ഈ രണ്ടാമത്തെ മെമ്മോ കാണിക്കുന്നത്. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട്, പിന്നെയോ സ്ഥലം കൊടുത്തിട്ടുണ്ട്, പിന്നെ ആരാണ് എഴുതുന്നത്, ആർക്കാണ് എഴുതുന്നത്, എന്താണ് സബ്ജക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് പിന്നെ എവിടെ വെച്ച് നടക്കുന്നു, എത്ര സമയം, എത്ര മണി മുതൽ എത്ര മണി വരെയാണ്, പിന്നെ എന്താണ് മെയിൻ അജണ്ട, അല്ലേ. അവിടെ കൊടുത്തിട്ടുള്ള എന്താണ്
make new contact, close deals more effectively, earn a 40% profit margin on all sales അല്ലേ. ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള വെന്ന്, വേർ, ഹൂ, ഹൗ, വൈ, വാട്ട് അല്ലേ, ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. നമ്മളൊരു മെമ്മോക്കകത്ത് സ്റ്റേറ്റ് ചെയ്യണം. യൂഷ്വലി മെമ്മോ സെൻഡ് ചെയ്യുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പിന്നെ ഓഫീസുകളിലും അതുപോലെ കോളേജുകളിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എന്ത് എഴുതാറുണ്ട്, മെമ്മോസ് എല്ലാം എഴുതാറുണ്ട്. അതായത് സീനിയർ സ്റ്റാഫിന് ജൂനിയർ സ്റ്റാഫിന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, അജണ്ടാസ്, ഈ വക കാര്യങ്ങളൊക്കെ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ട് എഴുതുന്ന ഒരു റിട്ടൺ ഫോമാണ് മെമ്മോ. അപ്പോൾ നമ്മൾ എന്താണ് എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ അറിയിക്കാണ്ട് ഒഫീഷ്യലി അറിയിക്കാനുണ്ടെങ്കിൽ കേട്ടോ, അല്ലാണ്ട് നമുക്ക് ഇൻഒഫീഷ്യലി നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതിയാൽ മതി. ഒരു ഒഫീഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് ഓഫീസുകളിലും അതുപോലെ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിൽ ഒക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഹൈ പൊസിഷനിൽ അല്ലെ, ഒരു HR മാനേജർ ഇതുപോലെ ഹൈ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മളെ സ്റ്റാഫിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മെമ്മോസിൻ്റെ മെയിൻ ഉപയോഗം. ഓക്കെ, ഇപ്പം നമ്മൾ മെമ്മോസ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതാറുണ്ട് അല്ലേ. മെമ്മോസ് എന്തൊക്കെയാണ്, പ്രോബ്ലം മെമ്മോ, എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയാനുള്ള മെമ്മോണ് പ്രോബ്ലം മെമ്മോ. പിന്നെ സൊല്യൂഷൻ മെമ്മോ അല്ലേ, എന്തെങ്കിലും ഒരു കാര്യത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൊല്യൂഷൻ മെമ്മോ എഴുതുന്നത്. പിന്നെ എക്സ്പ്ലനേറ്ററി മെമ്മോ അല്ലെ, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ വിശദീകരണം കൊടുത്തിട്ടുള്ളതാണ് എക്സ്പ്ലനേറ്ററി മെമ്മോ. ദെൻ ഇവാലുവേറ്റീവ് മെമ്മോ അല്ലെ, ഒരു കാര്യത്തെക്കുറിച്ച് ഇവാലുവേറ്റ് എഴുതുന്നതാണ് ഇവാലുവേറ്റീവ് മെമ്മോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റി 8 നോക്കൂ. The senior sales manager of Global Consultation has sent a memo to the technical assistance section of Global Consultations requesting them to repair computers in the purchase wing. Complete the memo. ഇവിടെ എന്താ പറയുന്നത്, ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ, സീനിയർ സെയിൽസ് മാനേജർ ഉണ്ട്, ഗ്ലോബൽ കൺസൾട്ടേഷൻ എന്നുള്ള കമ്പനിയുടെ സീനിയർ സെയിൽസ് മാനേജർ എന്ത് ചെയ്യാണ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സെക്ഷനിക്ക് ഒരു മെമ്മോ സെൻഡ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്, അവിടെ ചില കമ്പ്യൂട്ടേഴ്സ് എല്ലാം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെ എഴുതുന്നു, മേലെ എന്ത് എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു, ടു എഴുതുന്നു, ഫ്രം എഴുതുന്നു, സബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ കണ്ടൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, as referred in memo number 16 dated 24 June 2053, computers installed in the purchase session are not working properly. Please address the following problems as soon as possible. നമുക്കിങ്ങനെ മെമ്മോക്കകത്ത് എന്ത് റീസണാണ്, എന്ത് കാര്യം എന്നുള്ളത് നമുക്ക് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യാം. എന്താ, പ്രോബ്ലംസ് വിത്ത് ബ്രൈറ്റ്നസ് ഓഫ് മോണിറ്ററിന് എന്ത് ചെയ്യാണ്, ബ്രൈറ്റ്നസ് കുറവാണ്. മാൽ ഫങ്ഷനിങ് ഓഫ് സർട്ടൻ കീസ്, ചില കീസ് എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. ലിനക്സ് നോട്ട് ഇൻസ്റ്റാൾഡ് ഇൻ ദ സിസ്റ്റത്തിനകത്ത് ലിനക്സ് ഇല്ല. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യണം, നമുക്ക് എന്താണ് മെമ്മോക്ക് അതായത് ഒരു ലെറ്ററിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മെമ്മോ. നിങ്ങൾക്ക് ലെറ്ററായിട്ടൊക്കെ ഫീൽ ചെയ്യും, പക്ഷേ ലെറ്ററും ഇതുമായിട്ട് ഒട്ടനവധി വ്യത്യാസങ്ങളുണ്ട്. ലെറ്റർ നമ്മൾ ഇങ്ങനെ പോയിൻ്റ് 1 by 1 പോയിൻ്റ് എഴുതില്ല, നമ്മൾ പാരഗ്രാഫായിട്ട് എഴുതുകയുള്ളൂ.
പിന്നെ എന്താണ് ലെറ്ററിനകത്ത് ലാസ്റ്റ് നമ്മൾ യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് അങ്ങനെയില്ല, വളരെ ഫോർമലായിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ടാണല്ലോ സാധാരണ മെമ്മോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ലെറ്ററിൽ നിന്ന് ഇതിന് വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പേജ് നമ്പർ 130 ആ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചോളൂ, എന്തൊക്കെയാണ് ലെറ്ററും മെമ്മോയും തമ്മിൽ വരുന്ന ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് അത് ക്ലിയർലി സ്റ്റേറ്റ്ഡ് ആണ് എങ്ങനെയൊക്കെയാണ് ലെറ്റേഴ്സും മെമ്മോയും ഡിഫറെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മോഡൽ അല്ലെ ഒരു മോഡൽ മെമ്മോയും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലോട്ട് എഴുതിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കുക, നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്തരം നമുക്ക് മെമ്മോസുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അതിനകത്തുള്ള കണ്ടൻറ്റ്, എന്താണ് സീനിയർ സ്റ്റാഫ് ജൂനിയർ സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന മെയിൻ പോയിൻ്റ് കേട്ടോ. ഇതിനകത്ത് ഹൗ ആർ യു ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എന്താണ് കാര്യങ്ങൾ, മെയിൻ കാര്യം അതങ്ങനെ ഡയറക്റ്റായിട്ട് പറയുക ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ സബ്ജക്റ്റിൻ്റെ ആയം, പ്ലീസ് മേക്ക് എ പ്രസൻറ്റേഷൻ. ആ കാര്യം ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യാം, അതിനകത്ത് കുറേ നീട്ടി വലിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, പരത്തി പറയരുത്, മെയിൻ കാര്യങ്ങൾ മാത്രം സ്റ്റേറ്റ് ചെയ്യുക. വളരെ ഷോർട്ടായിരിക്കും അല്ലേ, എപ്പോഴും ബ്രിവിറ്റി എപ്പോഴും എന്ത് ചെയ്യാം, വളരെ ചുരുക്കിയിട്ട് എന്ത് ചെയ്യാം കാര്യങ്ങളെ പറയാമെന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന രീതി. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെമ്മോക്കകത്ത് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ എന്ത് ചെയ്യുക, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള നിങ്ങൾ വർക്കുകളൊക്കെ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലോട്ട് ചെയ്യുക. ഒരു വർക്കും എന്ത് ചെയ്ത് മിസ് ചെയ്യരുത്, ഞാൻ ചെക്ക് ചെയ്യും. അപ്പോൾ എല്ലാ വർക്കും എന്ത് ചെയ്യും മിസ് ചെയ്യാണ്ട് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ സ്വയം തന്നെ എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് പറയാനുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക കേട്ടോ, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ദെൻ ഇനിയും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മൺഡേ ആണ് ലാസ്റ്റ് ഡേറ്റ്. ബൈ മൺഡേ എന്ത് ചെയ്യുക, ഈ വർക്ക്സും കൂടെ ആഡ് ചെയ്തിട്ട് മൺഡേ യു ഷുഡ് സബ്മിറ്റ്. മൺഡേ മോർണിംഗിന് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ ഡെഡ് ലൈൻ ഇല്ല, കുറേ പേരുടെ മിസ്സിങ് ആണ്, അത് കാരണമാണ് മൺഡേക്ക് വരെ സമയം തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ വർക്ക്സും എന്ത് ചെയ്യും, നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നോട്ട്ബുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, താങ്ക് യു.